ആർത്തവവിരാമം അഥവാ മെനോപോസ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. സാധാരണയായി ഒരു സ്ത്രീക്ക് ആദ്യമായി ആർത്തവം തുടങ്ങുന്ന ഘട്ടമാണ് മെനാർക്കി. മെനാർക്കി മുതൽ മെനോപോസ് വരെ ഗർഭധാരണ സാധ്യതയുള്ള ഒരു കാലഘട്ടം നിലനിൽക്കുന്നു. ഈ കാലയളവിൽ ഗർഭം, പ്രസവം, മുലയൂട്ടൽ എന്നിവ ഒഴികെയുള്ള സമയങ്ങളിൽ ആർത്തവം ഒരു പതിവ് ചക്രമായി വരാറുണ്ട്. ഈ ആർത്തവചക്രം ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ മെനോപോസ് എത്തുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ഈസ്ട്രോജൻ എന്ന ഹോർമോണിന്റെ അളവ് വളരെ കുറയുന്നു. മെനോപോസിന് ഏകദേശം 10 വർഷം മുമ്പ് തന്നെ ഈ മാറ്റങ്ങൾ ആരംഭിക്കാം. ഈ ഘട്ടത്തെ പെരിമെനോപോസൽ എന്ന് പറയുന്നു. ഈ സമയത്തെ ഈസ്ട്രോജന്റെ അളവ് കുറയാൻ തുടങ്ങും. മെനോപോസ് ആകുമ്പോഴേക്കും ഈസ്ട്രോജന്റെ അളവ് ഏകദേശം 80% വരെ കുറയുന്നു. ഈ ഹോർമോൺ കുറവ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു. ഈസ്ട്രോജൻ കുറയുന്നതിനു പുറമേ തൈറോയ്ഡ് ഗ്രന്ഥിയിലും അഡ്രിനൽ ഗ്രന്ഥിയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായി പല സ്ത്രീകൾക്കും മെനോപോസിന് ശേഷം ശരീരഭാരം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മാറ്റങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകാം. ഇതും ശരീരഭാരം വർദ്ധിക്കുന്നതിനൊരു കാരണമാണ്. കൂടാതെ ചിലർക്ക് പെട്ടെന്നുള്ള ദേഷ്യമനോനിലയിൽ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് എന്നിവ ഉണ്ടാകാറുണ്ട്. ഇതിനു പിന്നിലും ഹോർമോണൽ അസന്തുലനമാണ് കാരണം. മെനോപോസിനു ശേഷം സ്ത്രീകളിൽ മുട്ടുവേദന, തേയ്മാനം, ഹൃദ്രോഗസാധ്യത എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ യൂറിക് ആസിഡ് ലെവൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മെനോപോസിനു മുമ്പ് ഈസ്ട്രോജൻ യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നു. എന്നാൽ മെനോപോസിനു ശേഷം ഈസ്ട്രോജൻ കുറയുന്നത് നാലൂറിക് ആസിഡ് ലെവൽ രക്തത്തിൽ വർദ്ധിക്കുന്നു. ഇത് ഗൗട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈസ്ട്രോജൻ ഹൃദയാരോഗ്യത്തിന് വലിയ പിന്തുണ നൽകുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ടാണ് പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗം കുറവായി കാണപ്പെടുന്നത്. എന്നാൽ മെനോപോസിനു ശേഷം ഈസ്ട്രോജൻ കുറയുന്നതിനാൽ ഹൃദ്രോഗസാധ്യത സ്ത്രീകളിലും വർദ്ധിക്കുന്നു. ഇത് പുരുഷന്മാരുടേതിന് തുല്യമായ അവസ്ഥയിലേക്ക് എത്തുന്നു. കൂടാതെ പല സ്ത്രീകൾക്കും ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുണ്ട്. അതായത് മുഖത്തോ ശരീരത്തിന്റെ മുകൾ ഭാഗത്തോ പെട്ടെന്നുള്ള ചൂട്ടുയർപ്പ്, ചുട്ടുപൊള്ളൽ എന്നിവയുണ്ടാകുന്നു. രാത്രി ഉറക്കം ശരിയാകാതിരിക്കുക, മൂത്രനിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ എന്നിവയും സാധാരണമാണ്. യോനിയിൽ വരൾച്ച, ചൊറിച്ചിൽ, ആവർത്തന സാധ്യതയുള്ള അണുബാധകൾ എന്നിവയുമുണ്ടാകാം. മുടികൊഴിച്ചിൽ, കരിമംഗല്യം എന്നിവയും മെനോപോസിന്റെ ഭാഗമായി കാണാറുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം? ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മെനോപോസ് എത്തുന്നതിനു മുമ്പല്ല സ്ത്രീകളും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ സ്വന്തം ശരീരത്തിന് വിശ്രമവും പരിചരണവും ആവശ്യമാണ്. നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവെക്കുക. ഒരുപക്ഷെ അത് തയ്യൽ, ചെടി വളർത്തൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോബികളാകാം. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിനെ സന്തോഷിപ്പിക്കാനും സഹായിക്കും. വ്യായാമം ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ദിവസവും നടക്കുക, യോഗ, മെഡിറ്റേഷൻ എന്നിവ പരിശീലിക്കുക. ഇത് ശരീരത്തിന് ഊർജ്ജം നൽകുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. ഉറക്കക്കുറവ് ഒരു പ്രശ്നമാണെങ്കിൽ വൈകുന്നേരം നടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ചെറുചൂടുള്ള പാൽ കുടിക്കുക. പാലിൽ ട്രിപ്റ്റോഫാൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മെലറ്റോണിൻ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കും. ഭക്ഷണരീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും വളരെ പ്രധാനമാണ്. 5 ഭക്ഷണങ്ങൾ നിർബന്ധമായും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഒന്നാമതായി തൈര്. തൈര് ഒരു പ്രോബയോട്ടിക്കാണ്. ഇതിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തും. യോനിയിലെ വരൾച്ചാണുബാധ എന്നിവ കുറയ്ക്കുകയും ചെയ്യും. രണ്ടാമതായി ഫൈറ്റോ ഈസ്ട്രോജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഉദാഹരണത്തിന് സോയാബീൻ, സോയ, മിൽക്ക്, ചേന എന്നിവ നല്ലതാണ്. മൂന്നാമതായി ഏത്തപ്പഴം. ഇതിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പേശി വേദന എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കും. നാലാമതായി വെള്ളക്കടല പോലുള്ള ലയിക്കുന്ന നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യും. അഞ്ചാമതായി ശതാവരി. ശതാവരി പൊടിയായോ കിഴങ്ങായോ കഴിക്കാം. ഇത് ഈസ്ട്രോജന്റെ നല്ല ഒരു സ്രോതസ്സാണ്. ഇതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാകുന്ന പേശിവേദനയും അണുബാധയും ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഈ ജീവിതശൈലി മാറ്റങ്ങൾ, വ്യായാമം, ഭക്ഷണരീതി എന്നിവ ശീലമാക്കുക. അങ്ങനെ ചെയ്താൽ മെനോപോസിന്റെ ബുദ്ധിമുട്ടുകൾ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ അറിവിനുവേണ്ടി മാത്രമാണ്.
ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിക്കണം. നിനക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കൂ.